എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടോഡറോക്കി അവൻ ഒരിക്കലും അവന്റെ പപ്പയുടെ പവർ അത് യൂസ് ചെയ്യാതെ അവന്റെ അമ്മയുടെ പവർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നാണ് മനസ്സിൽ കരുതുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ചിരിക്കുട്ടന് കൊടുത്ത വാക്ക് അത് പാലിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ പോരാളികള് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുമ്പോ ടോഡറോക്കിയുടെ പപ്പ ആൾക്കും ഒരുപാട് ടെൻഷനായി ഇപ്പൊ ആ മാച്ച് നോക്കി നിൽക്കും. ബെല്ലിന്റെ സൗണ്ട് അത് മുഴങ്ങിയ ഉടനെ ടോഡറോക്കി അവന്റെ ഐസ് പവർ അതുപയോഗിച്ച് ഫസ്റ്റ് ബീറ്റ് നടത്തും. പക്ഷെ ഹീറോ അവന്റെ പവർ ഒരു വിരലിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഐസ് പവർ വെറും ഒരു സിംഗിൾ വിരൽ വെച്ച് ഞൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അതിന്റെ ഫോഴ്സില് ടോഡറോക്കി പയ്യൻ പോലും ഏറെക്കുറെ ഒരുപാട് ദൂരം തെറിച്ചു പോവും. അവന് മനസ്സിലാവും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് അവൻ ആ ലൈനിന്റെ തൊട്ട് മുൻപായിട്ട് ഐസ് വെച്ച് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഐസ് പവർ ഉപയോഗിച്ച് ഹീറോയുടെ തൊട്ടടുത്തേക്ക് വന്ന് അവനെ അടിച്ചിടാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ആളും വിട്ടുകൊടുക്കില്ല. അവൻ അടുത്ത വിരലില് പവർ കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും ഐസ് കട്ടകള് പൊട്ടിത്തെറിപ്പിച്ച് ടോഡറോക്കെ ബീറ്റ് ചെയ്യാൻ അവന്റെ തൊട്ടടുത്തേക്ക് വരും. ഇപ്പൊ ഹീറോയുടെ രണ്ട് വിരൽ ഡാമേജ് ആയിരിക്കുകയാണ്. ടോഡറോക്കിക്കാണെങ്കിൽ ഉള്ളിൽ ടെൻഷനുണ്ട്. പക്ഷെ അവൻ ഉഷാറായിട്ട് തന്നെ ഹീറോയുടെ ഓരോ മൂവ്മെന്റ്സും വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ ഇനി 8 വിരൽ മാത്രമേ ബാക്കിയുള്ളൂ. ടോഡറോക്കി വീണ്ടും ഐസ് വെച്ചടിക്കും. അവൻ അടുത്ത വിരൽ ഉപയോഗിച്ച് അതും തടയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും തടഞ്ഞും ഹീറോയുടെ ഓരോ വിരലുകളായിട്ട് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. ഹീറോയ്ക്ക് മനസ്സിലാവും ഇങ്ങനെ പോവാണെങ്കിൽ അവന്റെ രണ്ട് കൈയും ഡാമേജ് ആയി അവൻ ഈ ബാറ്റിൽ തോറ്റുപോകും. എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോ ആലോചിക്കാൻ തുടങ്ങും. ഹീറോ കൂലങ്കക്ഷമായിട്ട് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങും. അതേസമയം ചോപ്പൻ അവൻ അത്യാവശ്യമായിട്ട് ഒന്നിനു പോയതുകൊണ്ട് ഇപ്പൊ ഹീറോയുടെ ഫൈറ്റ് അത് കുറച്ച് മിസ്സായി. അവൻ ആവേശത്തിൽ ഓടി വന്ന് ഇപ്പൊ സീറ്റിലിരുന്ന് ഹീറോയുടെ ഫൈറ്റ് കാണും. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ചപ്രത്തലേനെ കാണും. അവനെ കണ്ട് ചോപ്പൻ പറയും, അടുത്ത ബാറ്റില് നമ്മൾ തമ്മിലാണ്, നീ റെഡിയല്ലേ? അതിന് ചപ്രത്തലയും പറയും, അതെ ഞാൻ റെഡിയാണ്, മരിക്കാൻ തയ്യാറായി, നീ ഗോതയിലേക്ക് വായോ. ആക്ച്വലി ചപ്രത്തലേനും ചോപ്പനും ഏകദേശം ഒരേ പവറാണ്. മാത്രമല്ല ഒരു ലിമിറ്റിനപ്പുറം ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ പവർ അത് ഉപയോഗിക്കാൻ കഴിയില്ല. കട്ട് ചെയ്ത ഹീറോ അവന്റെ ഓരോ വിരൽ വെച്ച് തടഞ്ഞ് അവന്റെ ഒരു കൈയിലെ മുഴുവൻ വിരലുകളും ഡാമേജ് ആയി ഒരുപാട് വേദനയില് അങ്ങനെ നിൽക്കും. പക്ഷെ ടോഡറോക്കി പയ്യൻ അവൻ വിടില്ല. അവൻ ഐസ് ഉപയോഗിച്ച് ഇപ്പൊ ഹീറോയുടെ കാലുകൾ രണ്ടും ലോക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് ചാടി വന്ന് ഐസ് ഉപയോഗിച്ച് ഹീറോ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഹീറോ അവന്റെ തകർന്ന കയ്യിൽ തന്നെ ഒരുപാട് പവർ കൊണ്ടുവന്ന് ടോഡറോക്കിയെയും അവന്റെ ഐസിനെയും ഇപ്പൊ അടിച്ചു തെറിപ്പിക്കുകയാണ്. ആ അടിയില് ഇപ്പൊ ടോഡറോക്കി അവൻ തെറിച്ചു പോയി അവന്റെ ഐസ് ബാരിയറിൽ തട്ടി താഴെ വീഴും. അതുകൊണ്ട് ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഷമാവും. കാരണം അവന്റെ ഒരു കൈ മുഴുവൻ തകർന്നിരിക്കുകയാണ്. എന്നിട്ടും ടോഡറോക്കി പയ്യനെ അവനെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹീറോയ്ക്ക് പിടികിട്ടും അവൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുള്ള പ്ലേ ആണ്. ടോഡറോക്കി ആവട്ടെ അവനവന്റെ പപ്പയെ നോക്കി ചിരിക്കും. കാരണം അവൻ ഓൾമോസ്റ്റ് ഹീറോയെ അടിച്ച് തകർത്തിരിക്കുകയാണ്. അതും അമ്മയുടെ പവർ മാത്രം ഉപയോഗിച്ച്. ടോഡറോക്കി കൂളായി വീണ്ടും അവന്റെ ഐസ് പവർ അത് ഹീറോയ്ക്ക് നേരെ അയക്കും. ഹീറോയ്ക്കാണെങ്കിൽ കലി കയറി അവൻ വീണ്ടും അവന്റെ പവർ എടുത്ത് ഐസ് ഇടിച്ച് തെറിപ്പിക്കും. അപ്പോഴായിരിക്കും ഹീറോ ടോഡറോക്കിയുടെ കൈ ശ്രദ്ധിക്കുക. അതിപ്പോ പതിയെ ഷിവർ ചെയ്യുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ടോഡറോക്കി അവന്റെ പവർ അത് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഹീറോ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ചിരിക്കുട്ടൻ അവൻ ഹീറോയോട് പറയും, എല്ലാ സ്റ്റുഡൻസും അവരുടെ 100% പവർ ഉപയോഗിച്ചാണ് ബാറ്റിൽ പങ്കെടുക്കുന്നത്. പക്ഷെ നീ മാത്രം അങ്ങനെ ചെയ്യുന്നില്ല. ടോഡറോക്കി പയ്യനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കറക്റ്റായി മനസ്സിലാക്കി നിന്റെ ഫുൾ പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യണം. ടോഡറോക്കിയുടെ പപ്പയും ചിരിക്കുട്ടനും ഇപ്പൊ ഹീറോയെ ഉറ്റുനോക്കുകയാണ്. ഇവിടെ ചപ്രത്തലേന് ഒരു കാര്യം പിടികിട്ടും. അതായത് ടോഡറോക്കി പയ്യന്റെ ഐസ് പവർ അത് ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ മാത്രമേ ആ പവർ അവന് റീഗെയിൻ ആവൂ. പക്ഷെ ടോഡറോക്കി അവൻ റെസ്റ്റ് എടുക്കാതെ ഇപ്പൊ ഓടി ഹീറോയുടെ തൊട്ടടുത്തെത്തി ഐസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡില് ഹീറോ ആവട്ടെ അവന്റെ കൈ ചുരുട്ടി ടോഡറോക്കിയുടെ വയറ്റിൽ തന്നെ ഒരൊറ്റ ഇടി. ടോഡറോക്കി വന്നതിലും ഡബിൾ സ്പീഡില് ഇപ്പൊ പുറകിലേക്ക് പോവും. പക്ഷെ അവൻ പോകുന്നതിന് മുൻപായിട്ട് ഹീറോയുടെ ഒരു കൈ അവൻ ഫ്രീസ് ചെയ്യും. ഹീറോയ്ക്ക് മനസ്സിലാവും ടോഡറോക്കിയുടെ പവർ അത് കുറഞ്ഞു വരികയാണ്. ഹീറോ അവന്റെ പിന്നാലെ പോയി അവൻ അറഞ്ചം പൊറഞ്ച് ഇടിക്കും. പക്ഷെ ചിരിക്കുട്ടൻ ആളിപ്പോ ഒരുപാട് ടെൻഷനിലാണ്. കാരണം ഓൾമോസ്റ്റ് ഹീറോയുടെ രണ്ട് കൈയും തകർന്നിരിക്കുകയാണ്.
ഇൻ കേസ് ഈ ഒരു ബാറ്റില് അവൻ ജയിക്കുകയാണെങ്കിൽ തന്നെ അടുത്ത ബാറ്റില് അവൻ എങ്ങനെ പെർഫോം ചെയ്യും? അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാച്ച് അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മുടെ മാസ്റ്റർ ഒരു കാര്യം നോട്ട് ചെയ്യുക. മാസ്റ്റർ ഹീറോയോട് മുൻപൊരിക്കൽ അവന്റെ പവർ അതെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും അവന്റെ പവർ അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവനത് ഉപയോഗിക്കുന്നത് അത് വളരെ കറക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഹീറോ അവൻ ജയിക്കാനുള്ള ചാൻസ് അത് കൂടുതലാണെന്ന് ഇപ്പൊ മാസ്റ്റർ ചിന്തിക്കും. കട്ട് ചെയ്ത ഇസുക്ക് പയ്യൻ അവൻ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള വാശിയില് ടോഡറോക്കി നോക്കി ഇപ്പൊ മുരച്ചു നിൽക്കും. ഹീറോ ടെൻഷനായിട്ട് ഇപ്പൊ അവന്റെ ബാക്കിയുള്ള തള്ളവിരല് അതിലൊരു കിസ് കൊടുത്ത് ചാടി വന്ന് കറങ്ങി ഒരു ഒറ്റ ഇട്ടി. പക്ഷെ അപ്പോഴും ടോഡറോക്കി പയ്യന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. ടോഡറോക്കി അവൻ പതിയെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ടോഡറോക്കിയുടെ ചെറിയ പ്രായത്തില് അവന്റെ പപ്പ അവനെ തല്ലിച്ചതച്ച് ഒരുപാട് വലിയ വലിയ ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണ്. അടി ഇടിയും തൊഴിയും കിട്ടി അവൻ ഛർദിച്ചവശനായി ഒരു സൈഡിൽ വീഴും. അത് കണ്ടവന്റെ അമ്മ ആൾ ഒരുപാട് ടെൻഷനായി അവന്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ ടോഡറോക്കിയുടെ പപ്പയ്ക്ക് അത് തീരെ ഇഷ്ടാവില്ല. പപ്പ അവന്റെ അമ്മയെ ഇപ്പൊ മുടി പിടിച്ചു പൊക്കി അറഞ്ചം പൊറഞ്ചം മുഖത്താഞ്ഞടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ടോഡറോക്കി പയ്യൻ അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. അവൻ കരഞ്ഞോണ്ട് പറയും, എനിക്കൊരിക്കലും പപ്പയെ പോലെ ആവണ്ട. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് പറയും, നീ പപ്പയെ പോലെ ആവരുത്, പക്ഷെ നല്ലൊരു സൂപ്പർ ഹീറോ ആവണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ വീണ്ടും അവന്റെ പവർ എടുത്ത് ഇപ്പൊ ടോഡറോക്കി ആഞ്ഞടിക്കും. ആ ഇടിയില് ടോഡറോക്കി പറന്നു പോകുമ്പോ അവൻ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവൻ കൂട്ടുകാരുടെ കൂടെ ചെറുപ്പത്തിൽ കളിക്കുമ്പോ അവന്റെ പപ്പ വീണ്ടും അവനെ തല്ലിച്ചതച്ച് ഇപ്പൊ വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവും. അവൻ ഒരുപാട് വിഷമത്തില് അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോ അമ്മ കാര്യമായിട്ട് കിച്ചണിൽ നിന്ന് ആരോടോ സംസാരിക്കുകയാണ്. ടോഡറോക്കിയെ ഇനി എനിക്ക് വളർത്താൻ കഴിയില്ല, കാരണം അവനിപ്പോ പതിയെ പതിയെ അവന്റെ പപ്പയെ പോലെ ആയി മാറാണ്. അവനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. അത് കേട്ട് ടോഡറോക്കി അവൻ ഷോക്കായിട്ട് അവന്റെ അമ്മയെ വിളിക്കും. അത് കേട്ട് അവന്റെ അമ്മ ഞെട്ടി കയ്യിലുണ്ടായിരുന്ന ചൂടുവെള്ളം അതവന്റെ മുഖത്ത് വീഴും. അങ്ങനെയാണ് അവന്റെ ഫേസിന്റെ ഒരു ഭാഗം പൊള്ളിപ്പോയത്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഹീറോ ആവട്ടെ അവൻ വിളിച്ചു പോവും, ഫയർ പവർ അത് നിന്റെ പവറാണ്, അത് മുഴുവൻ ഉപയോഗിച്ച് ഇപ്പോഴെങ്കിലും നീ ഫൈറ്റ് ചെയ്യ്. അപ്പൊ ടോഡറോക്കി ഫ്ലാഷ് ബാക്കില് ചിരിക്കുട്ടം പറഞ്ഞ കാര്യം ആലോചിക്കും. ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന പവർ അത് അച്ഛന്റെയോ അമ്മയുടേതോ ആവാം, പക്ഷേ നമ്മുടേതായ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ആ പവറിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ സ്വന്തം പവറാണ്. കട്ട് ചെയ്ത ടോഡറോക്കി അവൻ അപ്പോഴായിരിക്കും കാര്യം മനസ്സിലാവുക. ഈ ഫയർ പവർ അതും എന്റെ പവർ തന്നെയാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനത് ഉപയോഗിക്കുന്നു പറഞ്ഞ് അവൻ ഫയർ പവർ എടുത്ത് ഹീറോയുടെ അടുത്തേക്ക് വരും. അവന്റെ ഫയർ പവർ കണ്ട് എല്ലാവരും ഷോക്കാവും. അവന്റെ പപ്പ പോലും ഒരു സെക്കൻഡ് വണ്ടർ അടിക്കും. പക്ഷെ ചിരിക്കുട്ടിന് മനസ്സിലാവും ഹീറോ ആക്ച്വലി ടോഡറോക്കിയെ ഹെൽപ്പ് ചെയ്യാണ്. അവന്റെ തെറ്റിദ്ധാരണ മാറ്റി അവന്റെ പവർ അത് ഹീറോ പുറത്തെടുത്തു. ടോഡറോക്കിയുടെ പപ്പ ആൾക്ക് ആവേശാവും. കമോൺ കമോൺ, നിന്നെ കൊണ്ട് കഴിയും, നീ എന്നെ കഴിഞ്ഞും വലിയ സംഭവം എന്ന് പറയുമ്പോ ഇവിടെ ടോഡറോക്കി അവൻ ഹീറോയോട് പറയും, ഞാനും ഒരു സൂപ്പർ ഹീറോ ആവും. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഇസുക്ക് പയ്യനും ഒരുപാട് സന്തോഷാവും. അങ്ങനെ രണ്ട് പുലിക്കുട്ടികളും ഇപ്പൊ ഫുൾ പവർ എടുത്ത് അവർ നേർക്ക് നേരെ ഓടി വന്ന് ഇപ്പൊ പാഞ്ഞടിക്കും. ആ ഒരു അടിയില് ഇപ്പൊ രണ്ടാൾക്കാരും രണ്ടു ഭാഗത്തേക്ക് തെറിച്ചു പോവും. അവരുടെ വീഴ്ചയില് ആ സ്റ്റേഡിയത്തിന്റെ മതിലുകൾ പോലും തകർന്ന് താഴെ വീഴും. കാണികളാണെങ്കിൽ അവരാകാംക്ഷയോടെ ചുറ്റും നോക്കും, ആരാണ് മാച്ചിൽ ജയിച്ചതെന്നറിയാൻ. പുക അത് പതിയെ പതിയെ കുറയുമ്പോ ഇപ്പൊ നമ്മുടെ ചെക്കൻ അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്താ, നമ്മുടെ ചെക്കൻ അവനിപ്പോ ലൈൻ ക്രോസ് ചെയ്താണ് നിൽക്കുന്നത്. ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പൊ ഹീറോ അവൻ അങ്ങനെ തളർന്ന് താഴെ വീഴും. അങ്ങനെ അവസാനം ടോഡറോക്കി അവൻ ജയിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.